ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെൽവെറ്റ് ഓർഗൻസയിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണാൻ പോവുക. പുതിയ കളർ ഷീറ്റ്സുകളാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത്. ഇതുപോലൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുക. 1240 കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലോ റേഞ്ചിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. 1240 വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എല്ലാം 2 ടോൺ ഷെയ്ഡ്സിലാണ്. ഇതൊരു ലാവൻഡറിൻ്റെ ടോണാണ്, കുറച്ചൊരു ഓർക്കിഡ് ബ്ലണ്ടഡ്. ഇതൊരു മെറൂണിഷ് ഷെയ്ഡ്, ഇത് പേർപ്പിൾ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ്. ഇതൊരു കോപ്പറും നമ്മുടെ ബ്രിക്കും കൂടെ ബ്ലണ്ടായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ്. ഇത് നമ്മുടെ വയലറ്റ് പേർപ്പിളാണ് ഷെയ്ഡ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഇതേപോലെ വരും, ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ വന്നിരിക്കുക. ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസിൽ വരും. ടോപ്പ് ഇതേപോലെ വരും. ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ദുപ്പട്ടയിൽ വരുമ്പോൾ ഫുൾ ഇങ്ങനെ ബോർഡർ ആയിട്ടല്ല, ഇടയ്ക്ക് ഇങ്ങനെ തിക്ക് ചെറിയ ചെറിയ ബ്ലോക്സ് പോലത്തെ ബോർഡേഴ്സ് ആണ് ഇതിലിങ്ങനെ ഇതുപോലെ ഇടയ്ക്കൂടെ വന്നിങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ടോ ഇങ്ങനെ വരും. ഇടയ്ക്കൂടെ വന്നിട്ട് സ്കാറ്റർ ചെയ്തിട്ടും ഗ്രീൻ ടോണിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ബോത്ത് ബോർഡേഴ്സും വന്നിട്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത് എല്ലാം 2 ടോൺ ഷെയ്ഡ്സ് ആണ് വെൽവെറ്റ് ഓർഗൻസ എന്ന് പറഞ്ഞാലും. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പം ഒരു പർപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഒരു മച്ചിൻ്റെയും ഒക്കെ ബ്ലെൻഡ് വരുന്നുണ്ട്. ലൈറ്റ്നിങ് അനുസരിച്ച് ഇതിൽ കളർ ഷെയ്ഡ്സ് ഇങ്ങനെ മാറുന്നുണ്ട്. സെയിം എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ഓഫ് ദുപ്പട്ട. നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കളർ ഷെയ്ഡ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമാകും. ഓരോ കളേഴ്സും അത് നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. കൂടുതലും ഞാൻ ഇടുന്ന ഷെയ്ഡ്സ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടമാകും. ബാക്കി കളേഴ്സ് നോക്കുമ്പോൾ അത്രയും ഭംഗി തോന്നില്ല. പക്ഷേ എല്ലാം ഓരോ തവണ ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇടുന്നത്. ഇതെല്ലാം ഒരു 2 ടോൺ സ്റ്റൈലിലാണ് വരുന്നത്. സെയിം എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൽ ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. ഇതുണ്ട്. ഇത് അടുത്ത ഷെയ്ഡ്. എല്ലാം ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കുമ്പം വേറൊരു ഷെയ്ഡ് ഉണ്ട്, ബ്ലണ്ട് വരുന്നുണ്ട്. പുറത്തോട്ട് നമ്മൾ എടുത്ത് നോക്കിയാലാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഇത് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് ഇതിൽ നിൽക്കുന്ന നമ്മുടെ കോപ്പർ ഷെയ്ഡാണ്. കോപ്പറും ഒരു ബ്രിക്ക് ഓറഞ്ചിനെയും ബ്ലണ്ടായിട്ട് നിൽക്കുന്ന ടോൺ. ഇതിങ്ങനെ ഒരു ഇതിൻ്റെ ഓവറോൾ ലുക്ക്. എല്ലാം പൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. പർപ്പിളും എല്ലാം നമ്മൾ ഇങ്ങനെ തിരിച്ച് നോക്കുന്നുണ്ടോ, അതിനകത്ത് കുറച്ചുകൂടി ഒരു റെഡിൻ്റെ ഒക്കെ ഒരു ബ്ലണ്ട് വരുന്നില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 2 ടോൺ ഷെയ്ഡ്സ് ആണ്. വെൽവെറ്റ് ഓർഗൻസയിലെ എംബ്രോയ്ഡറി പാറ്റേൺ ആണ്. നെക്കാണെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റൈലിൽ വേണമെങ്കിൽ ഇതിലൊരു സെമി വി ഷേപ്ഡോ റൗണ്ട് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ബോട്ടോ ലൈനിങ്. ഇത് അടുത്ത ഷെയ്ഡ് ഒരു ലൈറ്റ് ഓക്കിഡ് ലാവൻഡർ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിൽ. എല്ലാത്തിലും ഈ കോമ്പിനേഷൻ സെയിം ആണ്. മജന്തയും റെഡും ഒരു പൗഡർ പീച്ചിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ഫ്ലവർ എംബ്രോയ്ഡറിയിൽ കൊടുത്തേക്കുക. പിന്നെ ലീഫിൽ എല്ലാത്തിലും ഗ്രീൻ ടോണും. ഈ ഒരു കളറിൻ്റെ ഓവറോൾ ലുക്ക് വന്നേക്കുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഓക്കിഡ് ലാവൻഡർ എന്ന് തോന്നും. ബട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് തിരിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു ആഷ് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ബ്ലണ്ട് വരുന്നുണ്ട്. നല്ല ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1240 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കളർ വന്നേക്കുന്നത് നമ്മുടെ ഒരു മെറൂണിഷ് ടോൺ ആണ്. പക്ക മെറൂൺ എന്ന് പറയുന്നില്ല, നമ്മുടെ വെൽവെറ്റിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു മെറൂൺ ഉണ്ടല്ലോ, കുറച്ചൊരു ആൻറ്റിക് ഷെയ്ഡ് ബ്ലണ്ടായിട്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. ഇതിൽ ബോട്ടോ ലൈനിങ്ങും സാൻഡോണും ക്രേപ്പും 2 തരത്തിലുള്ള ഫാബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 1240 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്